നമ്മൾ സബ്ജക്റ്റ് പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ ആർ എന്ന ഓക്സിലറി ആണ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ആർ പ്ലസ് വെർബിന്റെ ing ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, യു എന്ന പ്ലൂറൽ സബ്ജക്റ്റ് വന്നത് കൊണ്ട് ആർ എന്ന ഓക്സിലറി വന്നു, പിന്നെ റീഡിന്റെ ing ഫോം ആയ റീഡിങ് വന്നു, എ ബുക്ക് എന്ന ഒബ്ജക്റ്റും വന്നു. യു ആർ റീഡിങ് എ ബുക്ക്. നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും എങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ആർ എന്ന ഓക്സിലറിയെ സെന്റൻസിന്റെ ആദ്യത്തിലോട്ട് കൊണ്ടുവരിക. ആർ യു റീഡിങ് എ ബുക്ക്? ആർ യു റീഡിങ് എ ബുക്ക്? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? യു ആർ റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ആർ യു റീഡിങ് എ ബുക്ക്? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? പിന്നീട് എങ്ങനെയാണ് ഈ ഒരു സെന്റൻസിനെ നമ്മൾ നെഗറ്റീവ് ആക്കുന്നത്? ആറിനോട് കൂടിയിട്ട് നോട്ട് ചേർക്കുക. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. യു ആർ റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. യു ആർ നോട്ട് റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാലോ നിങ്ങളൊരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. പിന്നീട് നമ്മൾ ഈ ആർ നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കി എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ആർ നോട്ടിനെ ഷോർട്ട് ആക്കുക? ആറിൻ്റെ എന്ന് എഴുതാം അല്ലേ. യു ആർ ഇൻ റീഡിങ് എ ബുക്ക്. യു ആർ ഇൻ റീഡിങ് എ ബുക്ക്. നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ല. ആർ നോട്ടിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ആറിൻ്റെ എന്ന് എഴുതിയേക്കാണ് അല്ലേ. യു ആർ ഇൻ റീഡിങ് എ ബുക്ക്. അടുത്ത് നോക്കൂ, എങ്ങനെയാണ് ഇതിൽ നിന്നും ഒരു നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക്? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക്? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി, നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. മുകളിൽ നോക്കൂ, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കിയത്? ആർ യു റീഡിങ് എ ബുക്ക്? ആർ യു റീഡിങ് എ ബുക്ക്? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക് എന്നുള്ള നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യന്റെ അർത്ഥം എന്താണ്? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ആർ യു റീഡിങ് എ ബുക്ക്? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണോ? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക്? നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇനി നോക്കൂ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ആർ യു റീഡിങ് എ ബുക്ക് എന്നുള്ള രണ്ടാമത്തെ സെന്റൻസിലേക്ക് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇടുമ്പോൾ വൈ ആർ യു റീഡിങ് എ ബുക്ക്? വൈ ആർ യു റീഡിങ് എ ബുക്ക്? എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു? വൈ ആർ യു റീഡിങ് എ ബുക്ക്? പിന്നീട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്? ആറിൻ്റെ യു റീഡിങ് എ ബുക്ക് എന്നുള്ള നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഇടുന്നു. വൈ ആറിൻ്റെ യു റീഡിങ് എ ബുക്ക്? വൈ ആറിൻ്റെ യു റീഡിങ് എ ബുക്ക്? എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല? വൈ ആർ യു റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. വൈ ആറിൻ്റെ യു റീഡിങ് എ ബുക്ക് എന്ന് പറഞ്ഞാലോ എന്തുകൊണ്ട് നിങ്ങൾ ഒരു പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നില്ല.